ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിദി ബിഇذനില്ലാഹ്. സ്നേഹ ബഹുമാനമുള്ള ശ്രോതാക്കളെ, നജസ് ശുദ്ധിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള വിഷയമാണ്. ഏകദേശമൊക്കെ നമ്മൾ ഉണർത്തിക്കഴിഞ്ഞു. ചില്ലറ 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം ബാക്കിയിലേക്ക് കടക്കുകയാണ്. മുഗല്ലളായ നായയെ തന്നെ ഒരാൾ അധികരിച്ച വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് തൊട്ടാലോ പിടിച്ചാലോ കൈ നജീസാവില്ല. നായ നീന്തുന്നു, പുഴയുന്നു, മറ്റൊന്ന് നീന്തുന്നു. ആ നീന്തുന്ന നായൻ്റെ കാല് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പിടിച്ചാൽ ഒരു കൈ നജീസാവില്ല എന്നുള്ളതാണ്. അതുപോലെ ഹൈദ് നിഫാസ് ഇസ്തിഹാദത്തിൻ്റെ വിഷയം പറഞ്ഞതുപോലെ തരിമൂക്ക് പൊട്ടിച്ചോര വരിക എന്നൊരു സ്വഭാവം ഉണ്ടല്ലോ സാധാരണ. എന്നാൽ ഒരാൾ നിസ്കാര സമയത്ത് തരിമൂക്ക് പൊട്ടിയാൽ അതിൻ്റെ വിധി എന്നാ? അവർക്ക് ഉണ്ടാവും ചിലർക്ക് അതൊരു രോഗമല്ല. പ്രത്യേകിച്ച് ആദ്യം വേറെ അസുഖമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് മൂക്കൊന്ന് ചോര വന്നാൽ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചില കുട്ടികളും ചെറുപ്പക്കാർക്കെല്ലാം ഉണ്ടാകുന്നതാണ്. എന്നാൽ ഓൻ നിസ്കരിക്കലെങ്ങനെ? ആ തരിമൂക്ക് പൊട്ടിച്ചോര ഒരിക്കലോടുകൂടി ഓൻ നിസ്കരിക്കല്ല വേണ്ടത്. സാധാരണ പൊട്ടി 1.5 മണിക്കൂർ കൊണ്ട് നിൽക്കാറുണ്ട്. അങ്ങനെ പതിവാണെങ്കിൽ ആ രക്തോട്ടം നിന്നതിന് ശേഷമേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഇസ്തിഹാദത്ത് മൂത്രയിറ്റുന്നത് പോലെ തരിമൂക്ക് പൊട്ടുന്നു. ആ ചോര സാധാരണ അവൻ്റെ പലർക്കർക്ക് ഉണ്ടാവാറുണ്ട്. 1.5 മണിക്കൂറോ 3/4 മണിക്കൂറോ ബഹുമാൻ കൊടുത്ത് 12:45 ആയിട്ടും 3:30 വരെ ഉണ്ടല്ലോ അസർ. അപ്പോൾ 1 മണിക്ക് തുടങ്ങി ഓരോ 3 മണിയൊന്നും എത്തൂല. അവർ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ നിൽക്കും. അപ്പോൾ അവർക്ക് ഫർദ് നിസ്കരിക്കാൻ സമയം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ചോര നിൽക്കുമെന്ന് കണ്ടാൽ ആ സമയത്ത് നിസ്കരിക്കേണ്ടതാണ്. ആ ചോര ഒരിക്കുന്നതോടുകൂടി നിസ്കരിക്കാൻ പാടില്ല. മറിച്ച് ഇവൻ്റെ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് ഇത് നിൽക്കില്ല. അവനിക്കാണെങ്കിലും അറിയാം പതിവ് വെച്ചാൽ. അപ്പോൾ ഇവൻ ആദ്യം നിസ്കരിച്ചിട്ടുണ്ടാവില്ല, കുറച്ച് സമയം താമസിച്ച് ഇപ്പം രക്തം പൊട്ടാൻ തുടങ്ങി. 3/4 മണിക്കൂറില്ലാണ്ട് ഇത് നിൽക്കില്ല. അവിടെ വാങ്ങ് കൊടുക്കാൻ 1/4 മണിക്കൂറേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ വിധി എന്താ? അവിടെ കഴുകി വൃത്തിയാക്കി പഞ്ഞി വെച്ച് കെട്ടി നിസ്കരിക്കുക. അതതിൻ്റെ വിധി. മൂത്രവാർച്ചയോടെയൊക്കെ സ്ത്രീ അവിടെ എന്താക്കുക, പഞ്ഞി വെച്ച് കെട്ടിയിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വിധി. അതുപോലെ മറ്റൊരു കാര്യം, ഒരു നായ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഒരു ബക്കറ്റും നനവ് നിൽക്കുന്നുണ്ട്. നായൻ്റെ വായ്ക്കൊരു നനവും കാണുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബക്കറ്റിലെ വെള്ളം നജീസാന്ന് പറയാൻ പാടില്ല. കാരണം നായൻ്റെ വായ എപ്പോഴും മിക്കവാറും നനഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ ചുരുക്കം പറഞ്ഞതിൻ്റെ അർത്ഥം, ഇന്നലെയൊക്കെ ചില മസാലകൾ ഞാൻ പറഞ്ഞത് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ്. വീടിന്ന് കുളിമുറിയിന്ന് കാല് കൈ ചെരുപ്പിട്ട് പോകണം എന്ന് പറയുന്നത് സൂക്ഷ്മൻ്റെ ഭാവമാണ്. നമ്മൾ മൂത്രമോ കാഷ്ടോ കാണാൻ എടുത്ത് നിസ്കരിക്കാവുന്ന മസാലുണ്ട്. അതുപോലെയാണ് ഒരു ബക്കറ്റിൽ നിന്ന് നായ മുഖം കൊത്തുന്ന എഴുന്നേറ്റ് കണ്ടാൽ വെള്ളമുള്ള ബക്കറ്റിൽ വെള്ളമുണ്ട്, അതിൻ്റെ പേരിൽ വെള്ളം നജീസ് എന്ന് വിധിക്കാനായിട്ടില്ല. എന്ന് പറഞ്ഞാൽ വേറെ വെള്ളമൊന്നും ഇല്ലെങ്കിൽ ആ വെള്ളത്തോട് തോർത്ത് നിസ്കരിക്കാം. അല്ലാണ്ട് ആ വെള്ളത്തോട് കുടിക്കുക വേണം, നിർബന്ധമായിട്ട് വേണമെന്നല്ല. അമ്പെള്ളം അവിടെ വെച്ചുകൊണ്ട് തേമം ചെയ്യാൻ പറ്റില്ല. കാരണം നായ മുഖം പൊന്തിക്കുന്ന കണ്ടതിൻ്റെ പേരിലാണ് നായ വിളിച്ച് എന്നുറപ്പില്ല. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അപ്പോൾ അത്തരം വസ്വാസ്, ചിലർക്ക് വസ്വാസ് ഇത്തരം വിഷയത്തിൽ കൂടുതലാണ്. വേണ്ടാത്തടത്ത് വസ്വാസ് ഉണ്ടാവില്ല, വേണ്ടുന്നിടത്ത് വസ്വാസ് ഉണ്ടാവില്ല, വേണ്ടാത്തടത്ത് ഉണ്ടാവും. ലോട്ടറിയാ, മറ്റേതെങ്കിലും വഞ്ചനയോ ചതിവോ ആ പൈസയൊക്കെ തിന്നുന്നതിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമ്മളെ പറമ്പിൽ അപ്പത്തപ്പ കയറുന്ന ഒരു കാക്ക കൊണ്ടുവന്ന് കൊത്തിയിട്ട അണ്ടി നമുക്ക് എടുക്കാൻ പറ്റുമോ ഉസ്താദെ? ആ കശുമാങ്ങ തിന്നാൻ പറ്റുമോ? അവിടെ കാര്യമായ വിശ്വാസം. കാക്ക കൊത്തിക്കൊണ്ടിട്ട് കശുമാങ്ങയും ചക്കക്കുരും ചെത്തെത്തിയാൽ അത് മസാല ചോദിക്കേണ്ടത് തന്നെയാണ്, ആളിൻ്റെ കൊടുക്കണം. പക്ഷെ അതൊന്നും സാധാരണ അറിയപ്പെടുന്നതല്ല. ആ ചോദ്യം ഏതുപോലെയാണെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകൾ ഫാത്തിമ ബീവിൻ്റെ കുഞ്ഞ് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ കൊന്നപ്പോഴേ ആ കൊന്ന വാർത്തയാ കുറച്ചാലും കഴിഞ്ഞിട്ട് ഒരു കൊതുവിനെ കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അതുപോലത്തെ ചില മസാല ചോദിക്കുന്ന ആളുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു മുന്നാര നബിൻ്റെ മകൾ ഫാത്തിമയുടെ കുഞ്ഞിനെ കൊന്നിട്ടേ അവർ പിന്നെ ചോദ്യം കൊതുവിനെ വെറുതെ കൊല്ലാൻ പറ്റുമോ? അതുപോലത്തെ ചോദ്യമാണ്. ലോട്ടറിയോ പലിശയോ വഞ്ചനയോ ഇതെല്ലാം ഉള്ള ആരെന്ന് എന്തും തിന്നാം. പിന്നീട് സംശയം, കാക്ക കൊത്തിക്കൊണ്ടുവന്ന കശുമാങ്ങ തിന്നാൻ പറ്റുമോ ഇല്ലേ എന്ന് പറഞ്ഞ മാതിരി ഒസ്വാസായി നടക്കേണ്ട ആവശ്യമില്ല. സൂക്ഷ്മതൻ്റെ ഭാവ് കുറയ്ക്കുകയും വേണ്ട. സൂക്ഷ്മത നമുക്ക് തന്നെ പറഞ്ഞ പോലെ കാല് കയറ്റുകാരെ നിസ്കരിക്കുക, പായ ഇട്ടിട്ട് തന്നെ നിസ്കരിക്കുക, റോഡും നിസ്കരിക്കുക, പായ പറമ്പ് നിസ്കരിക്കുക. പക്ഷേ ഒരു പായ ഇട്ട് നിസ്കരിക്കൽ അത് നല്ലതാണ്. ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ തിന്നുന്ന ഹറാമ് തിന്നുന്നതിന് മറ്റുമാണ് വളരെ സൂക്ഷിക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഒക്കെ ചരിത്രത്തിൽ കണ്ടില്ലേ, കുടിച്ച പാല്
സംശയമാണെന്നറിഞ്ഞപ്പോൾ വായിൽ കൈയിട്ട് ഛർദ്ദിച്ച് അത് ചോരയിട്ടെന്ന് പറയാം ഛർദ്ദിച്ച് ഒരു ഗ്ലാസ് പാല് കുടിക്കുമ്പോൾ ഒന്നും അറിയില്ല, കുടിഞ്ഞതിന് ശേഷമാണ് അത് സംശയകരമായ പാലാണെന്ന് അറിഞ്ഞപ്പോൾ വായി. അവിടെയാണ് വിശ്വാസം വേണ്ടത്. റമദാൻ മാസം നോമ്പെടുത്തിട്ടുള്ള ഗീബത്തിന് മീമത്ത് എത്ര പറഞ്ഞിട്ട് നോമ്പ് പൂർത്തിയാക്കിയിട്ട് കൂലി ഒന്നും കിട്ടില്ല. ആടെ ആ സൂട്ടിനാണ് അതേ ഗീബത്തിന് മീമത്തും വരുന്നവരെ പറഞ്ഞാൽ നോമ്പ് കള്ളാവ് കിട്ടണമെന്ന് ഇപ്പോൾ ആരും പറയില്ല. പക്ഷെ ആ നോമ്പിന് കൂലിയില്ല. അപ്പോൾ വേണ്ടുന്നിടത്ത് നമുക്ക് വിശ്വാസം വേണം. വങ്കുറ്റങ്ങളും ആഹാരം പരാജയപ്പെടുന്ന വിഷയത്തിലാണ് വിശ്വാസം വേണ്ടത്. മുഖം 4 5 കൈക്കൊണ്ടിരിക്കലല്ല വിശ്വാസം. പിന്നെ ഈ അടുത്ത ഭാഗം പിന്നെ അതുപോലെ സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാൽക്കട്ടി തിന്നിട്ടുണ്ട്, അത് പന്നിക്കൊഴുപ്പ് ചേർക്കുന്നുണ്ട് എന്ന് പ്രചാരം ഉണ്ടായിരുന്നു. സംശയത്തിൻ്റെ പേരിൽ ഒഴിക്കൽ നിർബന്ധമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ജനങ്ങൾക്ക് ഹുക്മ് പഠിപ്പിക്കാൻ വേണ്ടി. ഇതെൻ്റെ മുൻപ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. എങ്കിലും ശ്രദ്ധയിൽപ്പെടാത്തവരെ ശ്രദ്ധിക്കാം. റസൂല് ചെയ്തത് കൊണ്ടാണ്. ഉദാഹരണം കോൾഗേറ്റിൽ പന്നിക്കൊഴുപ്പുണ്ട് എന്നുള്ള പ്രചാരമാണ്. ഗൾഫിൽ നിന്ന് ലക്സസ് മറ്റു പോലെ ഇതിലൊക്കെ പന്നിക്കൊഴുപ്പുണ്ട് എന്ന് അറേബ്യൻ പേപ്പറിൽ തന്നെ മുറിച്ച് വെച്ച കട്ടിങ് എൻ്റെ അടുക്കലുണ്ട്. ഇപ്പം അതുണ്ടോ ഇല്ലെന്നറിയില്ല. കോൾഗേറ്റിൽ മിക്കവാറും ഉണ്ട് എന്നുള്ളതാണ്. അത് ഒഴിവാക്കലാണ് നമുക്ക് നല്ലത്. പിന്നെ ആളെ മസാല പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പന്നിക്കൊഴുപ്പുണ്ട് എന്ന് കേൾവിയുണ്ട്. ആ പന്നിക്കൊഴുപ്പ് ആ പാൽക്കെട്ടി തിന്നിട്ടില്ലേ? നബിക്ക് ജനങ്ങൾക്ക് ഹുക്മ് വിവരിക്കാൻ ചിലപ്പോൾ അഫ്ദലല്ലാത്ത ചെയ്യേണ്ടി വരും. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പ്രാവശ്യം നിന്നിട്ട് മൂത്രം വെച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിന്ന് മൂത്രം വെച്ചിട്ടുണ്ട്. അതെന്താ? എൻ്റെ ഉമ്മത്തിനൊക്കെ അടുത്ത കാലത്ത് ഓപ്പറേഷൻ ഇതൊക്കെ വന്ന് ആ മുട്ടിനൊക്കെ സ്റ്റീലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന കാലം വരാനുണ്ട്. അപ്പോൾ അവർക്ക് മണങ്ങാൻ പറ്റില്ല. അപ്പം നിന്ന് മൂത്രം വയ്ക്കേണ്ടി വരും. അങ്ങനെയുള്ളവർക്കത് ജായിസാണ്. അവർക്ക് മാനസിക വിഷമം വേണ്ട എന്ന് കാണിക്കാൻ വേണ്ടി നബി ചെയ്തത് കൊണ്ട് കണ്ട നമ്മളൊക്കെ നിന്ന് വാത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കോൾഗേറ്റ് പോലത്തെ ഒഴിവാക്കൽ അങ്ങനെ കേട്ടുകേൾവി ഉള്ളത് ഒഴിവാക്കൽ നല്ലതാണ്. ഏതുപോലെ മുസ്ലിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം നമ്മൾ ഇത് വർഗീയതയാണെന്ന് മനസ്സിലാക്കരുത്. അതവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. മുസ്ലിംക്ക് എടാ നീ കുഞ്ഞിരാമനായതുകൊണ്ടല്ല എൻ്റെ ചായ ഞാൻ കുടിക്കാത്തത്. എൻ്റെ മമ്മദിന് വിരാന്തുണ്ടായ ഓൻ്റെ ചായ കുടിക്കാൻ പറ്റില്ല. വിരാന്തനായ മമ്മദിൻ്റെ ചായ കുടിച്ചുകൂടാ. നമ്മളെ കുട്ടികൾ കൊടുക്കുന്ന തുണിയെടുത്ത് നിസ്കരിക്കരുതെന്നാണ്. കാരണം കുട്ടികൾ വേണ്ട പോലെ നജസ് വൃത്തിയാവില്ല. ഹൈദുള്ള പെണ്ണുങ്ങളെടുത്ത് തുണിയെടുത്ത് നിസ്കരിക്കാതിരിക്കലാന്നല്ലേ. ഉടുക്കുക നമ്മൾ കാണാത്ത കാലത്തോളം ഉപയോഗിക്കുക. പക്ഷേ അതിന് നജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞിരാമൻ്റെയും കണ്ണൻ്റെയും കൂടുതൽ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ നല്ലത്. അത് വർഗീയതൻ്റെ പേരിലല്ല. മുസ്ലിമായ ആൾ ഭ്രാന്തനായാൽ അവൻ്റെ വസ്ത്രം കഴിക്കരുത്, അവൻ്റെ വസ്ത്രം ധരിക്കരുത്, നജസ് വൃത്തിയാക്കില്ല. അതുകൊണ്ട് അത്തരം ഒഴിവാക്കലാണ് നല്ലത്. അപ്പോൾ കേട്ടുകേൾവിയുള്ള വസ്തുക്കൾ നജസാൻ സംശയിച്ചാൽ അതൊക്കെ ഒഴിവാക്കലാണ് നല്ലത്. അതുപോലെ നരിച്ചീർ, ബാബൽ, നമ്മൾ വീട്ടിൻ്റെ പുറത്തുമായി തോന്നുന്ന ബാബലി, ഈച്ചൻ്റെ കാഷ്ടം, അതുപോലെ പള്ളിൻ്റെ മേലെ ഇപ്പോൾ ഇവരുടെ കുറവാണ്. പഴയ കാലത്ത് മേത്തോളുടെ പോലെ മുഴുവൻ പ്രാവിൻ്റെ കാഷ്ടത്തിൻ്റെ പടയാണ്. ദർസില്ലാത്ത പഴയ ജുമേത്തുകളിൻ്റെ ഓടിൻ്റെ കൈക്കോൻ്റെ അടിയിൽ പ്രാവില്ലാത്ത പള്ളി ഇപ്പോൾ അതില്ല. എല്ലാ സ്ഥലത്തും വാർപ്പിൻ്റെ പള്ളിയായി ദർസ് ഒച്ചപ്പാടൊക്കെയായി. എന്നാൽ അങ്ങനെയുള്ള സ്ഥലം ഇന്നും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രാവിൻ്റെ കാഷ്ടം ഉണങ്ങിയ സ്ഥലത്ത് അങ്ങനെ പായിടാണ്ട് നിസ്കരിക്കാം. അതൊക്കെ മാപ്പുണ്ട്. നമ്മളെ പഴയ വീടിൻ്റെ മേലെ പ്രാവ് തൂരും. ആ വാവരി നമ്മളെ വീട്ടിൽ വാവർ എന്ന വസ്തു അതവർ തൂറിയും വീത്തിയിട്ടുണ്ട്. എന്നാൽ ഉണങ്ങിയതാണെങ്കിൽ അവിടെ നിന്ന് നിസ്കരിക്കുക. അതൊക്കെ മാപ്പുള്ളതാണ്. അത്ര നജസൊക്കെ മാപ്പുണ്ട്. അവിടെ വെച്ച് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള കാര്യമാണ് അതിനോട് സംബന്ധിച്ച്. ഇപ്പം നജസിനോടനുബന്ധിച്ചുള്ള ചില വിഷയം തൽക്കാലം അവിടെ നിർത്തുന്നു. പിന്നെ എൻ്റെ അടുത്തത് വിഷയം നമസ്കാരത്തിൽ നജസിനെ തൊട്ട് ശുദ്ധിയാക്കുക നിസ്കാരത്തിന്. അതുപോലെ ഔറത്ത് മറക്കൽ നിസ്കാരത്തിൻ്റെ ശർത്താണ്. അതിന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പുരുഷൻ പൊക്കിളിൻ്റെ ഇടയിൽ മറക്കൽ നിർബന്ധമാണ്. അത് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വയറ് കൂടിയ കാലത്ത് പലപ്പോഴും മേലെ കുപ്പായ ബനിയൻ അതിയാൾ ഉപയോഗിക്കില്ല. അടി തുണി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നിസ്കരിക്കാൻ പൊക്കിൾ പുറത്താണെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. ഹജ്ജിന് പോയാൽ തവാഫ് ബാത്തിലാണ്. ഉംറയ്ക്ക് പോയാൽ തവാഫ് ബാത്തിലാണ് എന്നുള്ള കാര്യം. എന്ന് മാത്രമേ പൊക്കിളിൻ്റെ മേലെ കുപ്പായിട്ടാൽ പോരാ. പൊക്കിളിൻ്റെ മേലെ കുപ്പായിട്ടിട്ട് കാര്യമില്ല. കന്തൂറിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്ലാസ്. നല്ല കഴുത്ത് വരെ മുറുകിയ കന്തൂറയാണെങ്കിൽ കുഴപ്പമില്ല. കുടുക്കിടുന്ന കന്തൂറയാണെങ്കിൽ പൊക്കിളിൻ്റെ മേലെ ഒരു നൂല് കെട്ടണം, ചരട് കെട്ടണം. ഡബിൾ തുണിക്ക് മേലെ കീറലുണ്ടെങ്കിൽ അടിയിൽ ട്രൗസർ കൊണ്ട് പറഞ്ഞാൽ പോരാ. മേൽഭാഗത്തും ചുറ്റുഭാഗത്തും പറയണ ഡബിൾ കീറിയിട്ടുണ്ട് എന്നാൽ അടിയിൽ ഒരു ട്രൗസർ ഉണ്ടായാൽ പോരാ. മേലെ മുണ്ട് കൊടുക്കണം. പഴയ വയസ്സന്മാരൊക്കെ ചെയ്തിട്ട് കാണാം. അപ്പം പൊക്കിളിൻ്റെ അടിയിൽ നിസ്കാരത്തിൽ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. സ്ത്രീക്ക് മുഖവും മുങ്കയും ഒഴിച്ചുള്ള ഭാഗം
നിസ്കാരത്തിൽ നിർബന്ധമാണ്. അന്യപുരുഷനെ സംബന്ധിച്ച് സ്ത്രീയുടെ എല്ലാ ഭാഗവും ഔറത്താണ്. എന്നാൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു റൂമിൽ നമ്മൾ ഒറ്റക്കാണെങ്കിലും ഔറത്ത് മറക്കണം. ഒരു റൂം ചുറ്റും വായിലടച്ച് തുണിയും കഴിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? അതില്ല, അടച്ചിരിക്കണം. അപ്പോൾ എല്ലാ സമയത്തും ഔറത്ത് മറക്കണം. മറിച്ച് ഒരാൾ ഒറ്റക്കൊരു റൂമിൽ ഇരിക്കുകയാണെങ്കിൽ ചൂട് ഭയങ്കരമാണെങ്കിൽ മുട്ടുമുക്ക് സൗവത്തൈന് ചട്ടി വിട്ടാൽ മതി. ഇതായി നിസ്കാരത്തിലല്ല. ഒരാൾ റൂമിലാണ്ട് ഭയങ്കര ചൂട് എന്നാൽ വായിൽ ചുറ്റിട്ട് ഷഡ്ഡി മാത്രം കൊടുത്ത് 2 ദ്വാരം മാത്രം മറിച്ച് ഇരിക്കേണ്ടി വന്നാൽ അതിൽ പറയത്തക്ക തെറ്റില്ല. അപ്പോൾ ഔറത്തിൻ്റെ കാര്യം സ്ത്രീകൾ ഔറത്തിൻ്റെ വിഷയം തന്നെ ആവർത്തിച്ച് പറയുന്നില്ല. കാരണം തെറ്റ് വ്യാപകമാകുന്നതുകൊണ്ട് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ള കാര്യം സാന്ദർഭികമായി ബാക്കി നാളെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.